തൊമ്മൻകുത്തിലെ 458 കുടുംബങ്ങളെ വനം വകുപ്പ് കയ്യേറ്റക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ തുടർച്ചയാണ് കൈവശ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശു പൊളിച്ചതെന്നും ഇത് കർഷകരെ കുടിയിറക്കാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കമാണെന്നും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. തൊമ്മൻകുത്തിലെ 458 കുടുംബങ്ങളെ വനം വകുപ്പ് കയ്യേറ്റക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ തുടർച്ചയാണ് കൈവശ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശു പൊളിച്ചതെന്നും ഇത് കർഷകരെ കുടിയിറക്കാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത് വന്നപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി നൽകിയിരുന്നു തൊമ്മൻകുത്ത് വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പം ഞാൻ പരാതി ഉന്നയിച്ചിരുന്ന ആവശ്യം ഒന്ന്, പതിറ്റാണ്ടുകളായി ആളുകളുടെ കൈവശമുള്ള ഭൂമിയിലാണ് ഈ കുരിശ് സ്ഥാപിച്ചതെന്നും ഈ കുരിശ് പൊളിച്ച നടപടി വനംവകുപ്പിന്റെ കടന്നുകയറ്റമാണെന്നും അപ്പം അങ്ങനെ കുരിശ് പൊളിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി എടുക്കണമെന്നും അതോടൊപ്പം തന്നെ ഇത് വനഭൂമിയാണെന്ന് റിപ്പോർട്ട് നൽകിയത് 1930 റവന്യൂ രേഖകൾ പ്രകാരമാണ്. അപ്പൊ അതിനുശേഷമാണ് ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നത്. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് നൽകിയ നടപടിയും തെറ്റാണെന്നും ആ തെറ്റായ റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവിടെ ഇപ്പോൾ കൈവശക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഞാൻ ആ പരാതി ഉന്നയിച്ചിരുന്നത്. ഇപ്പൊ എന്റെ പരാതി നടപടിക്രമങ്ങളുടെ ഭാഗമായി കളക്ടറിലേക്ക് അയക്കുന്നു. അവിടുന്ന് തൊടുപുഴ താലൂക്കിലേക്ക് അയക്കുന്നു. തൊടുപുഴ തഹസിൽദാർ അതുമായി അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് ഞാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി കളക്ടറേറ്റിൽ നിന്നും ഇതിന്റെ കോപ്പി എടുത്തു. ഇതിനകത്ത് തഹസിൽദാർ പറഞ്ഞിരിക്കുകയാണ്, പരാതിക്ക് ആസ്പദമായ പ്രദേശം വനഭൂമിയായതിനാൽ കൈവശങ്ങൾ പരിശോധിച്ച് 93 ചട്ടപ്രകാരം പട്ടയ നടപടികൾക്ക് വേണ്ടി കരിമണ്ണ് വല്ല ഓഫീസിലേക്ക് അപേക്ഷ ഇത് കൈമാറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പരാതിക്ക് ആസ്പദമായ പ്രദേശം വനഭൂമി എന്നാണ് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ തഹസിൽദാർ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് റവന്യൂ ഭൂമിയാണ് എന്നുള്ളതാണ്. പക്ഷെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വനഭൂമി എന്നാണ്. അപ്പം നിലവില് എന്താണ് ചെയ്യേണ്ടിയിരുന്ന കാര്യം? ഞാൻ മറ്റൊരു കാര്യം, കൈവശ ഭൂമിയിൽ നിന്ന് ആളുകളെ കുടിയിറക്കി വനമാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് ഈ പ്രദേശം വനമാണെന്നും തൊടുപുഴ തഹസിൽദാർ റിപ്പോർട്ട് നൽകിയത്. ജണ്ടയ്ക്ക് പുറത്ത് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 458 കുടുംബങ്ങളെയാണ് ഇപ്പോൾ കയ്യേറ്റക്കാരാക്കിയിരിക്കുന്നത്. ഒരു വശത്ത് ഇടതുപക്ഷ നേതാക്കൾ ഇവിടം വനമല്ലെന്നും പ്രദേശം സന്ദർശിച്ച ആളുകളുടെ കൈവശ ഭൂമിയാണെന്ന് പറയുകയും മറുവശത്ത് സർക്കാർ ഇവിടെ വനമാണെന്ന് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത് ആസൂത്രിതമാണ്. ഈ വിഷയത്തിൽ CPIയുടെ മൗനവും ദുരൂഹമാണ്. മലയോര ജനതയെ ഭൂനിയമങ്ങളുടെ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് തള്ളിവിടുകയാണ് ഇടത് സർക്കാർ ചെയ്യുന്നത്. ഇതിന് ജില്ലയിലെ ഇടതു നേതാക്കൾ ഒത്താശ ചെയ്യുകയാണെന്നും ബിജോ മാണി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു എന്നിവർ പങ്കെടുത്തു.